കാൽവിരലുണ്ണുന്നൊരുണ്ണി നെഞ്ചിൽ പാലായി കടയുന്നൊരുണ്ണി. ഉണ്ണിക്ക് വിരലിൽ അമൃത പാൽപായസത്തിൻ മധുരം. ഉണ്ണിക്ക് വിരലിൽ അമൃത പാൽപായസത്തിൻ മധുരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്യാം രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. ഇന്നത്തെ പൊന്നുണ്ണി കണ്ണൻ്റെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എങ്ങനെയാണ് പൊന്നുണ്ണി ഇന്ന് ശ്രീലകത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. അങ്ങനെ പൊന്നുണ്ണിയെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് ആ ഗുരുഭവനപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും വരിക. എവിടെയായാലും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ശ്രീലകത്തേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും എന്നോടൊപ്പം വരിക കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ ഇന്ന് കൊടിമരത്തിൻ്റെ കീഴേ കൂടെ ഭഗവാന്റെ അടുത്തെത്താണ്. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഉച്ചപൂജ നട അടച്ച് തുറന്നതിന് ശേഷം പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ നമുക്ക് കാണാമല്ലേ. എങ്ങനെയാണ് പൊന്നുണ്ണി ഇന്ന് ശ്രീലകത്തുള്ളത് എന്ന് ഞാൻ നേരത്തെ പാടിയിരുന്നു. അതായത് പൊന്നുണ്ണിക്കണ്ണൻ അതാ ഇങ്ങനെ കിടന്നുകൊണ്ട് കാല് വിരലൊക്കെ ഇങ്ങനെ ഉണ്ണുന്ന ഭാവത്തിലാണ് അല്ലേ. അങ്ങനെയുള്ള പൊന്നുണ്ണിയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ആ പൊന്നുണ്ണി അതാ ഇങ്ങനെ തള്ളവിരലൊക്കെ ഇങ്ങനെ വായിൽ വെച്ചിട്ട് അതങ്ങനെ ഉണ്ണുകയാണല്ലേ. എത്ര മനോഹരമായ ഭാവമാണല്ലേ. ചിരി വരും നമുക്ക് കാണുമ്പോൾ. ആ പൊന്നുണ്ണി ഇങ്ങനെ ആ കാൽവിരലിങ്ങനെ എത്ര കഷ്ടപ്പെട്ടാലേ കാലിങ്ങനെ വായിലേക്ക് വെക്കുന്നത്. സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെ കാണുന്ന ഒരു സംഭവം. നമ്മളും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ചെയ്തു. നമ്മുടെ അമ്മമാരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാൽവിരൽ ഇങ്ങനെയായി കൊച്ചിങ്ങനെ ചെയ്യുന്നതെന്ന്. അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ ഇങ്ങനെ കാണുകയാണല്ലേ. അങ്ങനെ പൊന്നുണ്ണിയെ നമുക്ക് ഇന്ന് അങ്ങനെയാണെന്ന് ശ്രീലകത്ത് കാണാൻ സാധിക്കുന്നത്. ആ പൊന്നുണ്ണി ഇങ്ങനെ അങ്ങനെ എടുക്കുകയാണ് അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി. ആ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് എന്തായിരിക്കും ഇപ്പം ഈ കാൽ വിരൽ അതിങ്ങനെ കഴിക്കുമ്പോൾ ഇതൊക്കെ എന്താ കിട്ടുന്നത് അല്ലേ. സത്യത്തിൽ അതൊരു അമൃതാണ്. ആ കാൽവിരലിൽ നിന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ കാൽവിരലിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് ശരിക്കും ഗുരുവായൂരിലൊക്കെ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റാണ്. അമൃതാണത്, അമൃതാണ്. അതാണ് ഇത്ര പുഞ്ചിരി, അതാണ് ഇത്ര മുഖത്ത് ഇത്ര സന്തോഷം. ആ പുഞ്ചിരി കണ്ടില്ലേ, ആ മുഖഭാവം കണ്ടില്ലേ, ആ കണ്ണുകളിലേക്കൊക്കെ ഒന്ന് നോക്കിയേ. ആ കണ്ണൻ്റെ പുഞ്ചിരിയും ആ കണ്ണുകളിലെ ആ തിളക്കമൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇത് തന്നെയല്ലേ ആ പാൽപ്പായസം ഇങ്ങനെ കുടിക്കില്ലേ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെയല്ലേ നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിയെ കാണാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടല്ലേ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അടുത്തെത്താൻ സാധിക്കുന്നുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ എല്ലാ ഭാവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ കാൽവിരൽ കൊണ്ടുകൊണ്ട് അങ്ങനെ കിടക്കുന്ന ഭഗവാനെ നമ്മളിന്ന് കാണുന്നുണ്ടല്ലേ. ഭഗവാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മളെ കാണാനായിട്ട് കാത്തു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. നമ്മളിങ്ങനെ കണ്ട് നമ്മൾക്ക് ഭക്തർക്ക് അനുഗ്രഹം ഇങ്ങനെ കൊടുക്കാനായിട്ട് അതാ ശ്രീലകത്ത് ആ നെയ്വിളക്കിൻ്റെയൊക്കെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് ഇങ്ങനെ എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ എല്ലാവിധ ഭാവങ്ങളും മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. മനസ്സ് ഭഗവാനിലേക്ക് തന്നെ അർപ്പിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. അങ്ങനെയുള്ള പൊന്നുണ്ണിയുടെ ആ പൊന്നിൻ കിരീടവും ആ ആടയാഭരണങ്ങളും ആ അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ കണ്ടില്ലേ. എത്ര മനോഹരമായിട്ടല്ലേ ഇട്ടിരിക്കുന്നത്. 2, 3, 4 മാലകളൊക്കെ ഇട്ടിട്ട് നല്ല തിളക്കത്തിലിങ്ങനെ ആ ചിരി തൂക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ കൈവളകളും തോൾവളകളും ഒക്കെ ആയിട്ട് ഗോപീചന്ദനക്കുറിയൊക്കെ ആയിട്ട് അതിമനോഹരമായ കിങ്ങിണിയൊക്കെ ഇട്ടുകൊണ്ട് വീതി കൂടിയ ഒഡ്യാണമൊക്കെ ഇട്ടുകൊണ്ടല്ലേ. അങ്ങനെയൊക്കെയുള്ള ആ മനോഹര ഭാവത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് സുന്ദരക്കുട്ടനായിട്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ആ പൊന്നുണ്ണിയാണ് നമ്മളിന്ന്
ശ്രീലകത്ത് കാണുന്നത്. എത്ര സന്തോഷാണല്ലേ! ഒന്ന് നോക്കിയാൽ മതി. ആ കളഭാലങ്കാരത്തിൽ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ആ പൊന്നിക്കണ്ണനെ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ കണ്ട് എത്ര കണ്ടാലും മതി വരാത്ത ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ടാണ് നമ്മളിന്ന് ശ്രീലകത്ത് എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഭഗവാന്റെ ആ ദിവ്യരൂപം കാണാൻ സാധിക്കട്ടെ. ആ പൊന്നു തൃപ്പാദത്തിൽ നമസ്കരിക്കാൻ സാധിക്കട്ടെ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ കാലുകൾ ഒന്ന് അവിടെയാണ് നമ്മൾ ഭഗവാനെ ഇങ്ങനെ നമസ്കരിക്കുന്നത്. ആ സശാൽ പരബ്രഹ്മമായിട്ടുള്ള സശാൽ പൊന്നുണ്ണിക്കണ്ണനെ നമ്മളിങ്ങനെ കാണുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ദിവ്യമായ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഭാവത്തിൽ നമുക്കിന്ന് ഭഗവാനെ കാണാൻ സാധിക്കുകയാണ് അല്ലേ. ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ മനസ്സ് ഇങ്ങനെ നിറയാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഭാവം മനസ്സിലേക്ക് എല്ലാവരും കൊണ്ടുവരിക. ആ ശ്രീലകത്ത് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഭഗവാനിലേക്ക് എത്താണ്. ആ പൊന്നു കണ്ണനിലേക്ക് നമ്മളിങ്ങനെ എത്താണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പൊന്നുണ്ണിക്കണ്ണനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എന്നോടൊപ്പം എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ ഗുരുഭവനപുരിയിൽ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ ഈ ദിവ്യ ശോഭയിലുള്ള ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ സാധിക്കട്ടെ. ആ കണ്ണിലെ തിളക്കം കാണാൻ സാധിക്കട്ടെ. നമ്മുടെ സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാ ആവലാദികളും എല്ലാം കേൾക്കാനായിട്ട് എൻ്റെ കണ്ണാ എന്നൊന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ മാത്രമേ നമുക്കുള്ളൂ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ആരോടാ പറയുക? സർവ്വ ദുഃഖങ്ങൾ ആരോടാ പറയുക കേൾക്കാനായിട്ട്? അതാ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനായിട്ട് ആ പൊന്നുണ്ണി അല്ലാതെ നമുക്ക് വേറെ ആരാ ഉള്ളത്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനോട് നമുക്കെല്ലാം പറയാം. നമ്മളെ എല്ലാം അറിയുന്ന ആ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള സശാൽ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. ഭഗവാന്റെ ആ ദിവ്യമായ വെളിച്ചം, ആ നീല വെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ആ നീല ശോഭയിൽ നമ്മൾ ഭഗവാന്റെ പൊന്നു തൃപ്പാദത്തിൽ നമ്മളെല്ലാം അർപ്പിക്കുന്നുണ്ട്, മനസ്സർപ്പിക്കുന്നുണ്ട്. കൂടെ കൂടുന്നത് കണ്ണനാണ് കേട്ടോ. സശാൽ പൊന്നുണ്ണിക്കണ്ണനാണ് നമ്മളോടൊപ്പം കൂടെ കൂടുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന നേരിട്ട് കാണാൻ സാധിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ആ നീല വെളിച്ചം കാണാൻ സാധിക്കട്ടെ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി മനസ്സിലിങ്ങനെ നിറയാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലോകത്ത് എമ്പാടുമുള്ള എല്ലാവർക്കും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു നേരമെങ്കിലും ഒന്ന് കണ്ണനെ കാണാനായിട്ട് ആ ഗുരുഭവനപുരിയിൽ ആ ശ്രീലകത്ത് ഒന്ന് വന്ന് നിന്ന് കാണാനായിട്ട് ശരീരം സമ്മതിക്കാത്ത വയ്യാതെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ബെഡ് റിഡനൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലേ. മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കണ്ണാ ഒന്ന് എൻ്റെ ഈ ദുഃഖങ്ങളൊക്കെ ഒന്ന് കാണണേ, ഒന്ന് കേൾക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ. എല്ലാം അറിയുന്ന പൊന്നുണ്ണിക്കണ്ണൻ എല്ലാം അറിയുന്നുണ്ട്. എല്ലാവരുടെ സങ്കടങ്ങളും വേദനകളും വ്യാധികളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അറിയുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും സാന്ത്വനമായിക്കൊണ്ട് നമുക്കെപ്പോഴും ആശ്വാസമായിക്കൊണ്ട് ആകെയുള്ളത് ആ പൊന്നുണ്ണിയാണ്. എന്തും പറയാനായിട്ട് നമുക്ക് എപ്പോഴും ഭഗവാനെ ചെന്ന് കാണാനും മനസ്സുകൊണ്ട്, ഞാൻ പറയുന്ന പോലെ മനസ്സുകൊണ്ട് അവിടെ എത്താനും, എൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്ക് എത്തുമ്പോൾ ആ ഒരു ശബ്ദം ഭഗവാന്റെ ആ ദിവ്യനാമത്തിൽ എല്ലാവർക്കും കേൾക്കാനും എല്ലാവരുടെ മനസ്സിലും ഭഗവാന്റെ ആ നാമം എപ്പോഴും ഉച്ചരിക്കാനും നാരായണ നാരായണ എന്ന നാമം മനസ്സിലെപ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പൊന്നുണ്ണിക്കണ്ണനെ എന്നും മനസ്സിലെപ്പോഴും എല്ലാവരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കട്ടെ. ആ ഗുരുഭവനപുരിയിൽ എല്ലാവരുടെ മനസ്സും അവിടെ ഓടിക്കളിക്കട്ടെ കണ്ണനോടൊപ്പം, ആ പൊന്നുണ്ണിയോടൊപ്പം ഓടിക്കളിക്കാൻ കിട്ടുന്ന ഭാഗ്യം എത്ര സുന്ദരമാണല്ലേ. ആ പൊന്നുണ്ണി ഇങ്ങനെ കാണാനുള്ള ഭാഗ്യം, ഒന്ന് എടുക്കാനുള്ള ഭാഗ്യം. ആ മഞ്ചാടി മണിയിൽ ഓടിക്കളിക്കുന്ന അവിടെ ഇരിക്കുന്ന ആ പൊന്നുണ്ണി ആ മഞ്ചാടി മണിയൊക്കെ ഇങ്ങനെ വാരി വിതറുന്നുണ്ട് അല്ലേ. ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. അവിടെ ഓടി നടന്ന് കളിക്കുന്ന പൊന്നുണ്ണിയുടെ പിന്നാലെ ഒന്ന് ഓടാനായിട്ട് എല്ലാവരും മനസ്സ് കൊതിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ. ഗുരുഭവനപുരിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം എല്ലാം കണ്ണൻ തരട്ടെ കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ
ആ പൊന്നു തൃപ്പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം പൊന്നു ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് വല്ലാത്ത കുളിരാണല്ലേ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ. എല്ലാം ഞാൻ കണ്ണനിൽ അർപ്പിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. കണ്ണാ കാത്തോളണേ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ആ ഭഗവാനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് നമ്മൾ ആ ശീലകത്തുനിന്ന് ഒന്ന് വട്ടം വെച്ച് നമ്മളങ്ങനെ തിരിഞ്ഞ് വടക്കേ വാതിലൂടെ നമ്മളൊന്ന് തിരിഞ്ഞിറങ്ങാണ്. കൂടെ നമ്മുടെ കൂടെ കൂടുന്നത് ആരാണ്? താമരക്കണ്ണനാണല്ലേ. എപ്പോഴും പറയുന്ന പോലെ അതാ നമ്മുടെ കൈ പിടിച്ചിരിക്കുന്ന താമരക്കണ്ണനാണ്, നമ്മുടെ കൂടെ വരുന്ന താമരക്കണ്ണനാണ്. ആ പൊന്നുണ്ണിയുടെ ആ കാൽത്തളയുടെ ആ കിങ്ങിണിയുടെ ആ കിലുക്കം മനസ്സിലിങ്ങനെ നിറയുണ്ട് അല്ലേ. ആ കിലുക്കം നമ്മുടെ കൂടെ ഇങ്ങനെ കൂടെ പോരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ആ കിലുക്കം നമ്മളോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ വന്ന് കിലുങ്ങുന്നുണ്ടല്ലേ. ആ പാദങ്ങൾ ഓരോ അടി വെച്ച് ഇങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളോടൊപ്പം കണ്ണൻ അതാ നമ്മളെ നമ്മുടെ കൂടെ ഇങ്ങനെ വലയം വയ്ക്കുന്നു. ആ കൊടിമരത്തിൻ്റെ കീഴെ വന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് നോക്കുകയാണല്ലേ. ആ നീല വെളിച്ചത്തെ ആ നീല വെളിച്ചം നമ്മളിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആ കണ്ണിലേക്ക് ഇങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ ചെന്ന് ചേരുന്നതായിട്ട് മനസ്സിങ്ങനെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൽ വന്ന് നിറയുന്നതായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും ആ ഒരു മനോഭാവത്തോടു കൂടി ആ ഭാവത്തിൽ പൊന്നുണ്ണിയെ ഇങ്ങനെ നെഞ്ചിലേറ്റിക്കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി നമ്മളൊന്ന് തിരിയാണല്ലേ. നമ്മൾ പോരുകയാണ്. പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് സാക്ഷാൽ ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് എപ്പോഴും സദാസമയം പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ്യാം രാധേശ്യാം ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.